ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാസർഗോഡിനെ പറ്റിയാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഒരു ലോങ് വീഡിയോ ആണ്. കാസർഗോഡിനെ പറ്റിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിലുണ്ട്. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. വീഡിയോ ഫുള്ളായിട്ട് കാണാം. കാസർഗോഡ് എന്ന ജില്ല ഉത്ഭവിച്ചത് മുതൽ അവിടെ എന്തൊക്കെ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാം. അപ്പോൾ ഇനിയുള്ള വീഡിയോസിൽ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് അങ്ങനെ നമ്മുടെ കേരളത്തിലെ 14 ജില്ലകളെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്ന് ആദ്യം തന്നെ കാസർഗോഡിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാം. കേരളത്തിൽ അവസാനം രൂപീകൃതമായ 14ാമത്തെ ജില്ലയാണ് കാസർഗോഡ്. അതെല്ലാവർക്കും അറിയുന്നതാണ്. ഇത് നിലവിൽ വന്നത് 1984 മെയ് 24-നാണ്. ഇതിൻ്റെ ജില്ലാ ആസ്ഥാനം കാസർഗോഡാണ്. ഈ ജില്ലയ്ക്ക് 4 താലൂക്കുകളുണ്ട്. കാസർഗോഡ്, ഹേസ്ദുർഗ്, വെള്ളരിക്കുണ്ട്, മഞ്ചേശ്വരം എന്നിവയാണ് ഇവ. കാസർഗോഡ് ജില്ലയ്ക്ക് 77 കിലോമീറ്റർ കടൽ തീരമുണ്ട്. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള 2ാമത്തെ ജില്ലയാണ് കാസർഗോഡ്. ഒന്നാമത്തേത് നമ്മുടെ കണ്ണൂർ. ദൈവങ്ങളുടെ നാട് എന്നാണ് കാസർഗോഡ് ജില്ലയെ അറിയപ്പെടുന്നത്. എന്തായാലും അങ്ങനെയാണല്ലോ, ദൈവങ്ങളുടെ നാട് എന്നാണ് നമ്മുടെ കേരളത്തിനെ തന്നെ അറിയപ്പെടുന്നത്. കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം പുഴയാണ് കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി. ഇതിന് 16 കിലോമീറ്റർ നീളമുള്ളത്. കേരളത്തിലെ പുകയില ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഏക ജില്ലയാണ് കാസർഗോഡ്. അടക്ക, കശുവണ്ടി എന്നിവയ്ക്ക് ഉൽപ്പാദനത്തിലും ഈ ജില്ല മുൻപന്തിയിലാണ്. കേരളത്തിലെ ഏക കായൽക്ഷേത്രമായ അനന്തപുര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും വലിയ നദിയാണ് ചന്ദ്രഗിരി പുഴ. ബേക്കൽ കോട്ട, ചന്ദ്രഗിരി കോട്ട, കാഞ്ഞങ്ങാട് കോട്ട, ഹേസ്ദുർഗ് കോട്ട എന്നിവ സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിലാണ്. വിനോദസഞ്ചാര കേന്ദ്രമായ കാപ്പിൽ ബീച്ച് കാസർഗോഡ് ജില്ലയിലാണ്. ചരിത്ര പ്രസിദ്ധമായ മാലിക് ദീനാർ മുസ്ലിം പള്ളി കാസർഗോഡ് ജില്ലയിലാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കാസർഗോഡ് ജില്ലയിലുണ്ട്. നമ്മളെ കൂട്ടത്തിൽ ഒട്ടുമിക്ക ആൾക്കാരും കാസർഗോഡ് ജില്ലയിലൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ അതിമനോഹരമായിട്ടുള്ള നമ്മുടെ ഈ ഒരു കൊച്ചു കേരളത്തിലെ 14ാമത്തെ ജില്ലയായ കാസർഗോഡിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ജനറൽ നോളജ് ബേസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്ന ആൾക്കാർക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇതിലെ കാര്യങ്ങളൊക്കെ ഡേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്താ പറയുക ഉപകാരപ്പെടും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു സൂൺ.